നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എഫേസ്യർ 6:6-7 വാക്യങ്ങൾ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്ത് മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പി. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യനെ പ്രസാദിപ്പിച്ച് ജീവിക്കാനാ പലപ്പോഴും ശ്രമിക്കുന്നത്. എന്നാൽ വചനം പറയുന്നു, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, മനുഷ്യന്റെ ഇഷ്ടം ചെയ്യുവാനല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനും ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിപ്പാനുമാ നമ്മളെ ഈ ഭൂമിയിൽ കർത്താവ് ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യനെ പ്രസാദിപ്പിക്കാനാ എന്നും നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. നമ്മൾ എവിടെയും പ്രീതി കിട്ടുവാനായിട്ട്, എവിടെന്നും നമുക്ക് നല്ലൊരു പേര് കേൾക്കാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. എന്നാൽ ദൈവവചനം പറഞ്ഞു, ദൈവ ഇഷ്ടം ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ എന്ത് പ്രവർത്തിക്കുമ്പോഴും ഒരു നിമിഷം ചിന്തിക്കണം, ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണോ, ദൈവത്തിന്റെ ഹിതമാണോ ഞാൻ പ്രവർത്തിക്കുന്നതെന്ന്. ദൈവത്തിന്റെ ഇഷ്ടമായത്, ദൈവത്തിന് ഹിതമായത്, ആ നല്ല പിതാവിന് ഇഷ്ടമായത് മാത്രം നാം ചെയ്യുക. പിതാവിന് ഹിതമില്ലാത്ത ഒരു പ്രവൃത്തിയും നമ്മളിൽ നിന്നും വരരുത് പ്രിയ സഹോദരങ്ങളെ. ദൈവഹിതമായത് പ്രവർത്തിപ്പാനും ദൈവ ഇഷ്ടമായത് ചെയ്യുവാനും നമ്മൾ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. മനുഷ്യൻ എപ്പോഴും താല്പര്യം ലോകത്തിൻ്റെതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമാണ്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം, ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിലൂടെ പുറപ്പെടുവിക്കണം. ആത്മാവിനനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി ജീവിപ്പാൻ നമ്മളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വചനം അനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് ഓരോരുത്തരെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവെ, സ്തുതിക്കുന്നു, വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ദൈവവചനം അനുസരിച്ച് കർത്താവിന് പ്രസാദകരമായ ഒരു ജീവിതം നയിപ്പാൻ, കർത്താവിന്റെ ഹിതമാമണ്ണ ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണം. കർത്താവെ, ലോകത്തിന്റെ ഇഷ്ടത്തിന് നടപ്പാനല്ലോ, അപ്പൊ ദൈവ ഇഷ്ടത്തിൽ ജീവിപ്പാൻ, ദൈവത്തിന്റെ ഹിതപ്രകാരം ഒരു ദൈവത്തിന്റെ ഒരു പ്രത്യേക പദ്ധതിക്കായി ഞങ്ങളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമാക്കുവാൻ, ദൈവഹിതം പൂർണ്ണമായി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് എല്ലാവരെയും അപ്പാ നിന്റെ ആത്മാവിനാൽ നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ നീ സഹായിക്കണം. കർത്താവെ, താഴ്ത്തി സമർപ്പിക്കുന്ന അനുഗ്രഹത്തിന്റെ ഒരു ദിവസമായി തീരട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.